ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വചന ദീപ്തിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ വാക്യം 49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ മറിയം ദൈവത്തെ വിശേഷിപ്പിച്ച സുന്ദരമായ പദമാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു? അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം സർവശക്തനായിത്തീരുന്ന അനുഭവം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ശക്തനായി തീർന്നിട്ടുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൽ ശക്തനായി തീരുന്ന അനുഭവം എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ എത്രണ്ണം നമുക്ക് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കും? ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും നമുക്ക് എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ ഈ സർവശക്തിയെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നാം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, ഈ വിഷയങ്ങളിലെല്ലാം ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന് അങ്ങനെ പറയാൻ സാധിച്ചത്? ദൈവത്തെ പരിശുദ്ധ അമ്മ കണ്ടത് വലിയവനായിട്ടാണ്, സർവശക്തനായിട്ടാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിഷയങ്ങളെ വലുതായിട്ട് കാണാറുണ്ട്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വലുതായിട്ട് കാണാൻ പറ്റാത്തതാണ് നമ്മുടെ മനസ്സിൻ്റെ ചില സങ്കീർണ അവസ്ഥകൾക്ക് കാരണം. സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നെ വെളിപ്പെടുത്തുന്ന രംഗം സുന്ദരമാണ്. ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് പറഞ്ഞത്? സർവശക്തനായ ദൈവമാണ് ഞാൻ, സർവശക്തനായ ദൈവമാണ് ഞാൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായി മാറിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിരിച്ചൊരുക്കിയ ഒരു ദൈവം. ഈ ദൈവത്തിൻ്റെ സർവശക്തി നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഈശോ ഒരിക്കൽ പറഞ്ഞത്, വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ഒരുവൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ? പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതെല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് നമ്മൾ നേടിയെടുത്തതല്ല, നമ്മളത് സ്വന്തമാക്കിയതല്ല, ദൈവം നമുക്ക് സൗജന്യമായിട്ട് തന്നതാണ്. ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
എന്തുകൊണ്ടായിരിക്കും ദൈവം അബ്രഹാത്തിന് തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം, എൽ ഷദായ്. എന്താണ് എൽ ഷദായ്? എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലിയവനായ ദൈവം, എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളല്ല. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നിസ്സാരനാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കാണുന്നത്? ദൈവം എൻ്റെ ജീവിതത്തിൽ സർവശക്തനാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവുക? ദൈവം എൻ്റെ ജീവിതത്തിൽ സർവശക്തനാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാവുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ജീവിതത്തിൽ ശക്തരായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അവർക്കൊരു തിരമാലകളെയും ഒരു പ്രതിസന്ധിയെയും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ജോബ് അത് ജീവിതത്തിൽ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ജോബിൻ്റെ ടെസ്റ്റിമണിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം സർവശക്തനാണ്, മഹോന്നതനാണ്. നമുക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറം. എന്തുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നത്? നമ്മൾ ആ ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ? ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ബോധ്യമാകാത്തത് കൊണ്ടല്ലേ? ദൈവ അനുഭവത്തിൻ്റെ, ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ വലിപ്പം തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ വിഷയത്തെ വലുതായിട്ട് കാണുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറം ദൈവം സർവശക്തനാണ്. ഈ ശക്തി അനുഭവിച്ചിട്ടുള്ളവരുടെ ജീവിതമാണ് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ കാണുന്ന ഓരോ സംഭവങ്ങളും. നാം കാണുന്ന അത്ഭുതങ്ങളിലേക്ക് മാത്രം നമ്മൾ ഒന്ന് കണ്ണ് ഉയർത്തിക്കേ. എന്തുമാത്രം അത്ഭുതങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാഹചര്യങ്ങൾക്കതീതമായിട്ട് ദൈവം പ്രവർത്തിക്കുന്ന വീര്യപ്രവർത്തികൾ എത്ര വലുതായിട്ട് വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അനുഭവിച്ച മോശയെപ്പോലെ, അതനുഭവിച്ച ദാനിയേലിനെ പോലെ, അതനുഭവിച്ച ഏശയ്യാ പ്രവാചകനെ പോലെ, അതനുഭവിച്ച അപ്പോസ്തലന്മാരെ പോലെ, പ്രവാചകന്മാരെ പോലെ, പ്രിയപ്പെട്ടവരെ, നമുക്കും അതനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേതാണ്. കർത്താവേ, രാജ്യം അങ്ങയുടേതാണ്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീഷ്ഠനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അധികാരവും ശക്തിയും അങ്ങയ്ക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചു. വിശുദ്ധന്മാർ അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചു. അനേക വിശ്വാസവീരന്മാർ അവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് നമുക്ക് അനുഭവമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറും, നമ്മുടെ സാഹചര്യം മാറും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറം, നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം, നമ്മൾ ആലോചിക്കുന്നതിനുമപ്പുറം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടായിരിക്കാം അപ്പോസ്തലനായ പൗൽ പറഞ്ഞത് 1 കൊറിന്തോസ് 4:20, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്.
ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ പ്രവൃത്തികൾ നിറഞ്ഞ അവസ്ഥയാണ്. അത് വാക്കുകളിലല്ല, അത് ശക്തിയിലാണ്. ഈ ശക്തി നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ശക്തി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ശക്തി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അതെ, ഈ ശക്തി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വ്യക്തികളുടെ ജീവിതം മാറും, സാഹചര്യം മാറും. നമുക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. വേദപുസ്തകത്തിൻ്റെ താളുകളിലേക്ക് നോക്കുക. വെറും സാധാരണക്കാരായ മനുഷ്യർ അസാധാരണക്കാരായി മാറിയത് ഈ ദൈവശക്തി അവരിലേക്ക് കടന്നു വന്നപ്പോഴാണ്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ വലിയ ശക്തി, അഭിഷേകം അനേകരിലേക്ക് നിറഞ്ഞപ്പോൾ ഭീരുക്കള് ധൈര്യശാലികളായി മാറി. ഗിദെയോനെ ദൈവം വിളിക്കുന്ന രംഗം എത്ര സുന്ദരമാണ്. മിദിയാൻകാരെ ഭയന്നുകൊണ്ട് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് നിറയ്ക്കുന്ന ജോലി ചെയ്യുന്ന, ഒളിച്ചിരിക്കുന്ന, ഭയന്നിരിക്കുന്ന ഗിദെയോന്റെ മുമ്പിൽ സ്വർഗം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അഭിസംബോധന ചെയ്തതെന്താ? ധീരനും ശക്തനുമായ മനുഷ്യ. എത്ര സുന്ദരമായതാണ്. ഭയന്നിരിക്കുന്ന ഒരുവനെ നോക്കിയിട്ട് പറയുകയാണ്, സർവശക്തനായ, ധീരനായ, ധൈര്യശാലിയായ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ ആ ശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. മോശ ആ ശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. പരിശുദ്ധ മറിയം ആ ശക്തി തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കി. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരിടുന്ന വിഷയം, നമ്മളിപ്പോൾ നേരിടുന്ന പരീക്ഷ, നമ്മളിപ്പോൾ നേരിടുന്ന സഹനം, നമ്മളിപ്പോൾ നേരിടുന്ന വെല്ലുവിളി, നമ്മളിപ്പോൾ നേരിടുന്ന അസ്വസ്ഥത, ആ അസ്വസ്ഥതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വലുതായിട്ട് കാണുന്നു. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ വലുപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവൃത്തി നമ്മുടെ വിഷയത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല? പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, നമുക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറം നമ്മുടെ ദൈവം സർവശക്തനാണ്. ഈശോയും ശിഷ്യന്മാരും കൂടി മറുകരയ്ക്ക് പോകുമ്പോൾ അവരുടെ തോണിക്ക് നേരെ, അവരുടെ ജീവിതത്തിന് നേരെ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ആ കൊടുങ്കാറ്റിൻ്റെ വലിപ്പത്തിലേക്ക് നോക്കി മരണം മുന്നിൽ കണ്ട ശിഷ്യന്മാർ വാവിട്ട് കരഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് യേശുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ഈശോ എഴുന്നേറ്റ് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അതേ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ശക്തി, ആർത്തിരമ്പുന്ന തിരമാലകളെ ശാസിച്ച് നിലയ്ക്ക് നിർത്തുവാൻ പറ്റുന്ന ശക്തി. എന്തിനു പറയണ്? ഇസ്രായേൽ ജനത്തിൻ്റെ കാനാൻ ദേശ യാത്രയിൽ, വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് തടസ്സമായി നിന്ന ചെങ്കടലിനെ വിഭജിക്കുവാനുള്ള ദൈവശക്തി നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളിൽ വെളിപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കും പറയാൻ സാധിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതേ, ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ കീഴിലാണ്. ഈ ലോകം മുഴുവൻ അവൻ്റെ കീഴിലാണ്. ഈ ലോകത്തെ മുഴുവൻ വിരിച്ചൊരുക്കിയ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണെന്ന് ചില വിഷയങ്ങളെ നോക്കി നമുക്ക് പറയുവാൻ സാധിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിജയം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നാം ക്ഷീണിച്ചിരിക്കുകയാണോ? നാം തളർന്നിരിക്കുകയാണോ? നാം തകർന്നിരിക്കുകയാണോ? നമ്മുടെ ജീവിതം വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ? കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും. ഇപ്പോൾ തന്നെ നമുക്ക് ആ പ്രാർത്ഥനാ മുറിയിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ അവിടുത്തെ സന്നിധിയിൽ സ്വസ്ഥമായിട്ടിരിക്കാം. ആ ശക്തി കൊണ്ട് നിറയുവാൻ, ആ അഭിഷേകം കൊണ്ട് നിറയുവാൻ.
120 പേര് ഈ ശക്തി സ്വന്തമാക്കുവാൻ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ആ മാളിക മുറിയിലേക്ക് പറന്നിറങ്ങിയ ദൈവശക്തി, അല്ലെ, കൊടുങ്കാറ്റിൻ്റെ ആരവമുണ്ടായെന്ന്. ആ ശക്തി അപ്പോസ്തലന്മാരെ ധൈര്യശാലികളാക്കി മാറ്റി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിസന്ധിയുടെ ഗദത്സമനിൽ ജീവിതത്തിൽ ഇടർച്ച സംഭവിച്ച് ഞാൻ അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ പത്രോസ് ഉണ്ടല്ലോ, ഈ ദൈവശക്തിയാൽ നിറഞ്ഞപ്പോൾ, പെന്തക്കോസ്തിലെ അഭിഷേകം സ്വന്തമാക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ പത്രോസിനെ സഹായിച്ച ഈ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ സാഹചര്യം മാറും, നമ്മുടെ അന്തരീക്ഷം മാറും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൈവവചനം സ്വീകരിക്കുവാൻ ഈ ടെലിവിഷൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ദൈവവേദലേ, നിൻ്റെ ജീവിതത്തിലും ഈ ശക്തി നിന്നിൽ നിറക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. വരൂ, നമുക്ക് ആ മാളിക മുറിയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എന്തിനു വേണ്ടിയാ? അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയത്, ദൈവശക്തി സ്വന്തമാക്കിയത് ആ മാളിക മുറിയിൽ വെച്ചാണല്ലോ. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളെ ബലമുള്ളതാക്കി മാറ്റുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കൃപകളാക്കി മാറ്റുന്നതാണ്. എന്തിന് പറയണ്? നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ ഉയർച്ചകളാക്കി മാറ്റുന്നതാണ് ഈ ദൈവശക്തി. ഈ ദൈവശക്തി നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടർച്ചകളിൽ നമുക്ക് വലിയ സാക്ഷികളായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. യെശയ്യാ 40:29 തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ നീ തളർന്നിരിക്കുകയാണോ? നീ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയാണോ? കർത്താവിൻ്റെ വചനം നിന്നോട് പറയുന്നത് എന്താ? തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. അതെ, തളർന്നിരിക്കാനുള്ള വിളിയല്ല, ബലം സ്വീകരിക്കാനുള്ള വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ, ഇന്ന് ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തളർച്ചയിലേക്ക്, നിന്റെ ദുഃഖത്തിലേക്ക് ദൈവശക്തി നിറയുവാൻ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദൈവശക്തി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഈ ശക്തിയുടെ പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിച്ചവരാണ് അപ്പോസ്തലന്മാർ. ഈ ശക്തി ജീവിതത്തിൽ സ്വന്തമാക്കിയവരാണ് പ്രവാചകന്മാർ. ഈ ശക്തി സ്വന്തമാക്കുമ്പോൾ നമ്മുടെ തളർച്ചകളിൽ ദൈവം നൽകുന്ന ബലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ മറിയത്തെ പോലെ പറയുവാനായിട്ട് സാധിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജെറിക്കോയുടെ കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കിയ ദൈവശക്തി, സിംഹക്കുഴിയിൽ വിഴുങ്ങുവാൻ വരുന്ന സിംഹത്തെയെല്ലാം ശാന്തമാക്കിയ ദൈവശക്തി, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും ആ പൊട്ടക്കിണറ്റിൽ ധൈര്യത്തോടെ സ്തോത്രം പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവജനത്തെ ശക്തിപ്പെടുത്തിയ ദൈവശക്തി, കാരാഗ്രഹത്തെപ്പോലും ആരാധനാലയമാക്കി മാറ്റുവാൻ അപ്പോസ്തലന്മാരെ സഹായിച്ച ദൈവശക്തി. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദൈവശക്തി അപ്പോസ്തലന്മാർ സ്വന്തമാക്കിയത് മാളികമുറിയിൽ വെച്ചാണ്. അതെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. യെശയ്യാ 35:3 ദുർബല കരത്തെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ദുർബല കരത്തെ ശക്തിപ്പെടുത്തുക, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുക. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ഈ ശക്തി സ്വന്തമാക്കുവാൻ, ദൈവത്തിൻ്റെ ഈ ശക്തിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുവാൻ, ഈ ശക്തി സ്വീകരിക്കുവാൻ, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുതെന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞ ദൈവവചനത്തിൻ്റെ വാഗ്ദത്തം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവശക്തി കൊണ്ട് നിറയുവാൻ ദൈവസന്നിധിയിൽ
സ്വസ്ഥമായിട്ടിരിക്കാം. അതെ, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കഷ്ടതയിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഈ നാളുകളിലൊക്കെ ധ്യാനങ്ങളിൽ പങ്കെടുത്ത ഒത്തിരി മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ദൈവവചനം സ്വീകരിച്ച് ജീവിതത്തിൽ ആ ശക്തി അനുഭവിച്ച നിരവധിയായ മക്കളുടെ കണ്ണുനീരിൽ ദൈവം ഇടപെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ആ സാക്ഷ്യങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പത്തിലേക്കാണ്. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും പറയാൻ സാധിക്കണം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34-35 വാക്യങ്ങൾ. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടിയ, മംഗളവാർത്ത സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ എന്നാ മറുപടിയാണ് പറഞ്ഞത്? ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതെ, ആ ശക്തി ജീവിതത്തിൽ സ്വന്തമാക്കിയത് കൊണ്ടാണ് മറിയം പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചില വിഷയങ്ങളെ നോക്കി പ്രിയപ്പെട്ട ദൈവപൈതലേ, നീയും ചോദിക്കുന്നില്ലേ, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് കഴിവില്ലല്ലോ, എനിക്കത് ചെയ്യാനായിട്ട് അറിയത്തില്ലല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ ബലഹീനനാണല്ലോ, ഞാൻ കുറവുകളുള്ളവനാണല്ലോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ. ചില വിഷയങ്ങളെ നോക്കിയിട്ട് ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് സ്വർഗത്തെ നോക്കി നെടുവീർപ്പിടുന്ന ദൈവവൈതലെ, സ്വർഗത്തിലെ ദൂതന് നിന്നോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതെ, സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ അപ്പോസ്തലന്മാർ കാത്തിരുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ദൈവശക്തി സ്വന്തമാക്കുവാൻ നമുക്കും കാത്തിരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറാം. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.